ശ്രീ പ്രശാന്ത്, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ഇതിന് പിന്നിൽ വലിയ നിഗൂഢ തന്ത്രങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇറാന് വേണ്ട തരത്തിലുള്ള സഹായമൊക്കെ തന്നെ റഷ്യ നൽകുന്നില്ലേ? അല്ല, റഷ്യ നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊരു സംശയമായിരുന്നു. ഇപ്പം റഷ്യ നൽകുന്നതായിട്ട് പരസ്യമായിട്ട് ബോധ്യപ്പെട്ടു തുടങ്ങി. കാരണം അല്ലെങ്കിൽ ഇറാനെ ഈ രീതിയിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കഴിഞ്ഞ ദിവസം അതിന് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് അമേരിക്കയുടെ ആക്രമണം ഏതാണ്ട് 200 പരം സ്ഥലത്ത് നടക്കുന്ന സമയത്തും, അല്ലെങ്കിൽ വലിയ സ്ഫോടകാത്മകമായിട്ടുള്ള കാര്യങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ അമേരിക്കൻ താവളങ്ങളിൽ അതുപോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനും. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സെനറ്റർ ലിൻഡ്സേ ഗ്രാമിൻ്റെ ഒരു മരണം ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന ഇറാനാണ്. അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊന്നതാണ്. അതിനകത്ത് ഇനിയും അന്ന് ഈ ലിൻഡ്സേ ഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സെനറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗം നിൽക്കുന്നതും അദ്ദേഹം പറയുന്നതിനെക്കാട്ടി 100% ആ കാര്യം നടപ്പാക്കണമെന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആശയത്തോട് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കുന്നതുമായിട്ടുള്ള ഒരാളായിരുന്നു ട്രംപിൻ്റെ. അന്ന് ഇയാളെ കൊല്ലണമെന്നും അല്ലെങ്കിൽ ഇറാനെ തീർക്കണമെന്നും യാതൊരു കോംപ്രമൈസും വേണ്ട എന്നുള്ള രീതിയിൽ പരസ്യ പ്രസ്താവന ഇറക്കി മുൻനിന്നിട്ടുള്ള ആളായിരുന്നു ഈ ലിൻഡ്സേ ഗ്രാം. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് വരുന്ന മാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ട് ആൾക്കാരെ കൊല്ലുന്നതിന് അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റ് 13 പേരുടെ ബ്രിട്ടീഷ് യൂറോപ്യൻ രാജ്യത്തുൾപ്പെടെ. അപ്പം അതിൻ്റെ കൂടെ ഈ കൊന്നത് ഇന്നാണ്. അപ്പം ഇതിങ്ങനെ കൊല്ലണമെങ്കിൽ, ഇരിക്കുന്നിടത്തിരുന്ന് ചാവണമെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ ചാവണമെങ്കിൽ, ആര് കൊന്നെന്ന് അറിയാതെ ഏതിടത്തും കടന്നു ചെന്ന് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നതും അങ്ങനെ സാധിച്ചിട്ടുള്ളൂ, അങ്ങനെ സാധിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു രാജ്യം റഷ്യ ഇപ്പോൾ ഉള്ളൂ. മൊസാദ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ റഷ്യ ഭയങ്കര മാഫിയ കാര്യത്തിൽ. പിന്നെ ഇറാൻ്റെ കാര്യം അറിയാമല്ലോ. ഇറാന് ഈ പ്രോക്സികളുടെ രാജാവാണ്. ലോകത്ത് ഇറാനിലിരുന്നുകൊണ്ട് ലോകം മൊത്തം പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇറാനെ അതുകൊണ്ടാണ് ഭയം. കാരണം നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കത്തില്ല ഇറാൻ്റെ ആൾ. ചിലപ്പം വാഷിങ്ടണിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അതുവരെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് എണീറ്റ് നമ്മൾ വെടിവെക്കും. സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഏറ്റവും അവസാനം മാത്രമാണല്ലോ അവർ ഉയർത്തെഴുന്നേക്കുന്നത്. ആ രീതിയിലേക്കുള്ള ആളുള്ള ഒരു രാജ്യം, പ്രോക്സികളുള്ള രാജ്യം, ലോകം മൊത്തം പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇറാനാണ്. അതുപോലെ ലോകത്തെ മൊത്തവും മാഫിയെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം എല്ലാവർക്കും അറിയാം, റഷ്യയാണ് നമ്പർ 1. പിന്നെ ചെറിയ കൊച്ചു നമുക്കറിയത്തില്ല, കിം ജോങ് ഉന്നിൻ്റെ ഒക്കെ പിന്നെ സെക്കൻഡ് രാജ്യങ്ങളാണ്. അവർ ലോകം മൊത്തം ഉപരോധം ഉണ്ടായത് ഇതുപോലെ നമ്മൾ കള്ളനോട്ട് കൊണ്ടു കൊടുക്കുന്ന പോലെ ഡോളർ അടിച്ചു കൊണ്ട് വിതരണം ചെയ്യും. അല്ലെങ്കിൽ ഈ അനുവാദമില്ലാതെ ഇറാനിൽ നിന്ന് ഉപരോധം ഏർപ്പെടുത്തിയേക്കും. അവിടുന്ന് ഡീസൽ വേണ്ട രാജ്യങ്ങളിൽ കൊണ്ട് കള്ളക്കടത്ത് കൊടുക്കും. അനുവാദമില്ലാത്ത വേറെ ഈ ഷാഡോ ഷിപ്പ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഷിപ്പ്, ആ രീതിയിലുള്ള പണിയൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഡൂംസ്ഡേ വിമാനം ഈ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇറാനിലെ തലസ്ഥാനത്ത്. ഡൂംസ്ഡേ വിമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്തെ ഏറ്റവും മുന്തിയ വിമാനങ്ങളിലൊന്നാണ് റഷ്യയുടെ കയ്യിരിക്കുന്ന വിമാനമാണ്. ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പൂർണ്ണമായിട്ട് നശിച്ചു പോയാൽ പോലും ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം മൊത്തം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അത് വളരെ വലിയ ഉയരത്തിലാണെങ്കിൽ പോലും സൂക്ഷ്മമായിട്ട് ഒരു രാജ്യം പുതിയ കണ്ടുപിടുത്തമാണ്. വളരെ കാലം കൊണ്ട് റഷ്യയിലുള്ള ടെക്നോളജിയും ആയുധങ്ങളും വിമാനങ്ങളും മറ്റു പലതൊന്നും ഈ പറയുന്ന പോലെ ലോകത്ത് പലരുടെയും കയ്യിൽ ഇല്ലല്ലോ. അതാണല്ലോ റഷ്യയുമായിട്ടുള്ള അമേരിക്കയുടെ പ്രശ്നം. അപ്പോൾ ഈ വിമാനം അവിടെ ടെഹ്റാനിൽ ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഈ പല കാര്യങ്ങളും നടക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നടത്ത് അടിക്കുമെന്ന് പറയുമ്പോൾ ഇന്നടത്ത് അടിക്കുകയും അല്ലെ പലതും ഒക്കെ ഇത്രയും നശിച്ചിണക്കാൻ റഷ്യ ആരോ ഇവരുടെ പുറകിലുണ്ട്, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇപ്പം മുസ്തഫ ഖൊമേനിയെ റഷ്യയുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തെളിവുകളില്ലാതെ ആരോപണങ്ങളായിരുന്നു. ഇപ്പം ഇത് വന്ന് അവിടെ ഇറങ്ങിയപ്പം ആരോപണങ്ങളല്ലോ, റഷ്യ അത് പരസ്യമാക്കിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കൂടെ ഉണ്ട്. ഇത് കാരണം ഇപ്പം തിരിച്ചടി വളരെ വൃത്തിയായിട്ട് നടത്തും അന്ന്, അല്ലെങ്കിൽ 1000 മിസൈലിൻ്റെ കഥയൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ മൊസാദ് വളരെ കൃത്യമായിട്ട്. ഒരുപക്ഷെ മുസ്തഫ ഖൊമേനി പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനെ കൊന്നവരുടെ രക്തസാക്ഷ്യത്തിന് മറുപടി പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ 13 പേരുടെ ലിസ്റ്റ് ഇട്ടത്. അപ്പോൾ മൊസാദ് ഇത് കൊടുത്തായിരുന്നു, ട്രംപിനെ കൊല്ലാൻ ഒരു പ്ലാൻ ചെയ്തേക്കുന്നതും എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ്ങും വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുന്ന അതിൻ്റെ A to Z മാപ്പ് വരച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. അമേരിക്കൻ ഭരണാധികാരി പ്രസിഡന്റ് ട്രംപ് അത് സമ്മതിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വാസ്തവമാണ്. അതിന് ശേഷമാണ് അവർ ട്രൂ സോഷ്യൽ ഇട്ടത്, എന്നെ കൊന്നാലും ഞാൻ നിന്നെ മൊത്തം തീർത്തേ പോകത്തുള്ളൂ, 1000 മിസൈൽ അതിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മിസൈൽ അവിടെ വന്ന് വീടും തീരും.
അപ്പം ഭയമുണ്ട്, കാര്യങ്ങൾ ഏതാണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ചുമ്മാ ഇപ്പോൾ സാറ് ചുമ്മാ കുത്തിയിരുന്ന് സാറിൻ്റെ ഫേസ്ബുക്കിൽ എഴുതി എന്നെ ആരും കൊല്ലാൻ വന്ന കൊല്ലൂടാ എന്നൊക്കെ പറയത്തില്ലല്ലോ. അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതിനുശേഷം ഇറാനുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇനിയും ടോക്കും മറ്റു കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നറിയാം. കാരണം ഇറാൻ പലവട്ടം ഇദ്ദേഹത്തെ ആദ്യത്തെ ഭരണം ഇതിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ IRGSന്റെ ഏറ്റവും വലിയൊരു കമാൻഡോയെ അന്ന് കൊന്നത്, അന്ന് അവർ പ്രതിജ്ഞ എടുത്തതാണ് ഈ ട്രംപിനെ കാച്ചു. അതിനുശേഷം രണ്ടാമത്തെ അധികാരത്തിൽ വരാൻ നേരമാണ് ട്രംപിനെ 2 പ്രാവശ്യം മത്സരിച്ചിരുന്ന സമയത്ത് കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയും ചെവിയുടെ ഇതിലേക്കൂടെ വെടിയുണ്ട പോയ ഓർമ്മയുണ്ടല്ലോ, ഇതിലേക്കൂടെ അതെടുത്ത് വെച്ചിട്ട് പിന്നെ അവർ യുദ്ധസമയത്ത് കാണിച്ചു, ഞങ്ങളുടെ കാഞ്ചി വലിച്ചതിനകത്ത് ഒരു പാളിച്ച ഞങ്ങൾക്ക് സംഭവിച്ചായിരുന്നു, ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കേണ്ട എന്ന്. നേരത്തെ ഇത് വളരെ കാലം കൊണ്ട് കൊലവിളി നടക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന വിമാനം അവിടെ ഇറങ്ങിയത് ട്രംപിനെ ഉൾപ്പെടെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മൊത്തം നശിച്ചാൽ പോലും അല്ലെങ്കിൽ നിലത്ത് നിന്ന് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആകാശത്ത് നിന്ന് നിയന്ത്രിക്കാൻ പറ്റും വിമാനത്തെ കൊണ്ട്. അല്ലെങ്കിൽ എല്ലാ സെറ്റപ്പും അതിനകത്ത് അറേഞ്ച്മെന്റ് ആണ്. ഏതാണ്ട് 6500 കിലോമീറ്റർ ഒറ്റ ഫില്ലിങ്ങിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന വിമാനമാണ്. 850 കിലോമീറ്റർ വേഗത ഒരു മണിക്കൂർ ഉള്ള വിമാനമാണ്. വളരെ പൊക്കത്തിൽ നിന്നാൽ പോലും സൂക്ഷ്മമായിട്ട് ഒരു രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്ന വിമാനമാണ്. അത് അവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറാനെ സഹായിക്കുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു ഡയറക്ഷനാണ്. അപ്പം എത്ര ആയാലും അമേരിക്കയും ഇസ്രയേലും യുദ്ധം ചെയ്യുന്നത് ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ലല്ലോ. ഇപ്പം ഇറാനെ സംബന്ധിച്ചുള്ള ജയിക്കുമോ തോക്കുമോ എന്ന് പറഞ്ഞാൽ ഇറാൻ നശിച്ചൊരു ഭണ്ഡാരം അടങ്ങി. പക്ഷേ അമേരിക്കയ്ക്ക് അകത്തിപ്പോൾ യുദ്ധത്തിനെതിരെ കാര്യങ്ങൾ നടക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്ക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് അറിയാമല്ലോ. അമേരിക്ക ജനതയ്ക്കകത്ത് ഈ യുദ്ധം നിങ്ങൾ എന്ത് നേടിയെന്നോ ഇപ്പം ട്രംപ് എടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ ഈ യുദ്ധത്തിനകത്ത് നിങ്ങൾ എന്ത് നേടി? ഹോർമൂസ് കടലിലൊക്കെ ഫ്രീ ആക്കി എടുത്തോ, അല്ലെങ്കിൽ വേറെങ്കിലും കാര്യങ്ങൾ നടത്തിയോ? അപ്പം ഈ ജനതയ്ക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട്. അപ്പം പിന്നെ ഇപ്പം ഈ രീതിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് എന്തെങ്കിലും നടത്തിയാൽ നടത്തി. പക്ഷേ ഈ റഷ്യയും ചൈനയും ഒക്കെ, റഷ്യ പരസ്യമായിട്ട് വന്നപ്പോൾ റഷ്യയുടെ സഹായം ഉണ്ടാകും, റഷ്യ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം നാറ്റോ സഖ്യത്തിനകത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ യുക്രൈൻ്റെ ഒരു ആക്രമണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് പണ്ടേ അറിയാം, നേരത്തെ അറിയാം. എന്നാലും അത് ഇപ്പം രൂക്ഷമാകുന്നു. രണ്ടാമത് ഈ പറയുന്നത് പോലെ ഈ ഇറാൻ വളരെ വലിയ വലിപ്പത്തിൽ റഷ്യ മിസൈലും കൊടുത്ത് ഡ്രോണും കൊടുത്ത് അവിടുത്തെ യുദ്ധസമയത്ത് അടിയന്തര ഘട്ടത്തിൽ ഒക്കെ സഹായിച്ചതാണ്. അപ്പം ഇപ്പം റഷ്യ വേണ്ട വിധത്തിലുള്ള സഹായം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ വെല്ലുവിളിയിൽ റഷ്യ പരസ്യമായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇന്നലെ ഈ 13 പേരെ കൊല്ലുന്ന ലിസ്റ്റ് ഇട്ടതിനകത്ത് യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെയുള്ളതുണ്ട്. അത് ഇറാൻ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ഇറാൻ ലോകത്തെ മൊത്തം വെല്ലുവിളിച്ചേക്കുക. ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ആരും റഷ്യ അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെ താല്പര്യത്തിനോട് യൂറോപ്യൻ കൺട്രീസ്, ഇറ്റലി ഉൾപ്പെടെ രാജ്യവും അല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യം പറഞ്ഞില്ലേ ഇസ്രായേൽ നിർത്തണം, പാലസ്തീൻ്റെ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് ഈ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധത്തിനകത്ത് അവരാരും അവരുടെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരുടെ സഹായമോ ഒന്നും ഉണ്ടായിട്ടില്ല. GCC രാജ്യങ്ങൾ ഇതുവരെ ഇവിടെ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. മാനസികമായിട്ട് പിന്തുണ ഉണ്ടായിരിക്കും. നാറ്റോ രാജ്യത്തിനകത്ത് ഈ നാറ്റോയുടെ ഇപ്പോഴത്തെ തുർക്കി വെച്ച് കൂടിയ അതിനകത്തേ ഉള്ളൂ ഈ ഒരു അല്ലെങ്കിൽ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം ഇപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി പറഞ്ഞത്. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ അല്ലാത്തവരിടത്ത് ഇവരെ മൊത്തം കൂടെ വെല്ലുവിളിച്ചാണ് നിൽക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിനെ ഉൾപ്പെടെ. ആ വെല്ലുവിളി നാറ്റോയോടുള്ള വെല്ലുവിളിയാണോ, അത് റഷ്യക്ക് വേണ്ടിയാണോ അങ്ങനെ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ഉള്ളൊരു ജിയോ പൊളിറ്റിക്സ് അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് റഷ്യ പരസ്യമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ റഷ്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പകരം ഇവിടെ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ മറ്റ് പലയിടത്തും അമേരിക്കയ്ക്ക് ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ GCC രാജ്യങ്ങൾക്കകത്ത് ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിർത്തിയിട്ട് GCC രാജ്യങ്ങൾ മൊത്തം തകർന്നുകൊണ്ടിരിക്കുകയില്ല. ഇപ്പോൾ പലയിടത്തും നമ്മൾ ഈ വാർത്ത ഇടുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞ വാർത്ത, US-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികതാവളങ്ങൾ ഒന്നാണ് ബഹ്റിനിൽ. ഈ ബഹ്റിനിലെ പലയിടത്തും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ പലയിടത്തും ആൾക്കാർ വെളിയിൽ ഇറങ്ങണ്ടെന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പോയി വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ കീഴിൽ വന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് നിന്നുള്ള കൃത്യമായ വാർത്തയാണ് നോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അറിയുന്നില്ലല്ലോ, ഞങ്ങളിവിടെ വന്നല്ലോ ജോലി ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ലോകത്തൊരു സാമാനവും നടക്കാതെ അവർക്ക് കിട്ടാത്ത റിപ്പോർട്ടാണ്. എവിടെയെങ്കിലും ഈ നമ്മൾ പറയുന്നില്ല, ഇപ്പം മാക്രി എന്ന് പറയുന്ന ചില സാധനമുണ്ട്, കലണ്ടറിനകത്ത് കിടന്നുകൊണ്ട് ഇതാ ലോകം എന്ന് പറയുന്ന കണക്കാ. ഇത് അവിടുത്തെ അതാത് രാജ്യങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടാണ്. അത് ചിലപ്പം
ആ പ്രദേശത്ത് മാത്രമായിട്ടായിരിക്കും ആളുകൾ വെളിയിറങ്ങേണ്ടത്. മൊത്തത്തിൽ അങ്ങനെ ഇപ്പം എല്ലായിടത്തും ആ പ്രശ്നം GCC രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. കാരണം ആക്രമണം അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ്. ഏതായാലും യുദ്ധം നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയല്ല. അവിടുത്തെ വളരെ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിസ്സാര യുദ്ധമല്ല ഇപ്പം നടക്കുന്നത്. കാരണം ഇത് നിൽക്കുമെന്ന് വിചാരിച്ചിടത്തുനിന്ന് ഈ ഖമേനിയുടെ ശവസംസ്കാരത്തിന് ശേഷം ഉള്ള ഏറ്റുമുട്ടൽ, ആ ഹോർമൂസിലുള്ള ഏറ്റുമുട്ടൽ, അതിനുശേഷം തുടങ്ങിയിരിക്കുന്ന യുദ്ധം, ഈ ട്രംപ് നമ്മൾ പറയത്തില്ലേ, ശിവജി പറഞ്ഞ പോലെ ജീവന് വേണ്ടി മരിക്കുമെന്ന് കണ്ട് യുദ്ധം ചെയ്യാൻ ട്രംപിന്റെ വിചാരം ഇവന്മാർ ഇങ്ങനെ പോയാൽ എന്നെ കൊല്ലും. അപ്പൊ ട്രംപിനെ തീർക്കാനുള്ളൊരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുക. അത് എത്രത്തോളം എളുപ്പം സാധ്യമാകും, അതിന് എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം യുദ്ധത്തിന് ശേഷം പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.